ഒരു സിംപ്ലി സപ്പോർട്ടഡ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ബീമിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റുകൾ, ഒന്ന് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, അത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെൻഷൻ ബാറാണ്. ഏറ്റവും ബോട്ടത്തിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 3 എണ്ണമാണ്. വരുന്ന ഫോഴ്സിനനുസരിച്ച് എണ്ണത്തിൽ അതുപോലെ തന്നെ ഡയമീറ്ററിലും മാറ്റം വരും. ഇനി ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ് സ്റ്റിറപ്പ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2 ബാറുകൾ. അത് 2 എണ്ണം മാത്രം മതിയാകും. അടുത്ത ഒരു ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് സ്റ്റിറപ്സ്. അപ്പോൾ ഇത്തരം റീഇൻഫോഴ്സ്മെന്റുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബീമിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഡിസൈൻ ഓഫ് ദ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. ഒരു ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സുകളെല്ലാം കൺസിഡർ ചെയ്ത് എങ്ങനെയാണ് ആ ബീം ഡിസൈൻ ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. Design a 4.2 meter clear span simply supported beam to carry a live load of 30 kN per meter using M30 grade concrete and Fe 500 grade steel. Width of support may be assumed as 300 mm. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗിവൺ ഡീറ്റെയിൽസ് ഒരു പിക്ചറിന്റെ ഹെൽപ്പോടുകൂടി മാർക്ക് ചെയ്യുക. ക്ലിയർ സ്പാൻ 4.2 meter, that means 4200 mm for this simply supported beam, and the live load UDL is given as 30 kN per meter. Grade of concrete is M30, that means the value of FCK, characteristic compressive strength, is equal to 30 Newton per mm square. Grade of steel is equal to Fe 500 grade. Therefore, the value of yield strength of the steel Fy is equal to 500 Newton per mm square. Width of support is given as 300 mm. Second step, trial values for B and D. ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ മാർക്ക് ചെയ്തിട്ട് അതിന്റെ വിഡ്ത്തിനെയാണ് ബി എന്ന് പറയുന്നത്, അതുപോലെ ഓവറോൾ ഡെപ്ത് അതിനാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ആ വാല്യൂസ് ഫിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത്. ഇതില് വിഡ്ത്ത് ഓഫ് ദ ബീം സ്മോൾ ബി ഞാൻ എഴുതിയിരിക്കുന്നത് 300 mm എന്നാണ്. അത് അസ്യൂം ചെയ്യാവുന്നതാണ് നമുക്ക്. സാധാരണയായി ഒരു ബീമിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ കനം എത്രയാണോ, ചുമരിന്റെ വീതി എത്രയാണോ അത്ര തന്നെയാണ് കൊടുക്കാറ്. സാധാരണ ചുമരിന്റെ വീതി എന്ന് പറഞ്ഞാൽ 200 mm ആണ്. സോ വിഡ്ത്ത് ഓഫ് ദ ബീം യു ക്യാൻ ഓൾവേസ് ടേക്ക് ആസ് 300 mm. പക്ഷെ ഇവിടെ 300 mm ആണ് എടുത്തിരിക്കുന്നത്. അത് ബാക്കി ചെക്കുകളെല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാം പാസ് ആവാനായിട്ടാണ് ഹയർ ഡെപ്തിലേക്ക് പോയത്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഒരു ഹയർ വാല്യൂ യൂസ് ചെയ്തത്. നമ്മൾ പ്രാക്ടിക്കലി ആക്ച്വൽ ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോർമൽ വാല്യൂ ഓഫ് വിഡ്ത്ത് യു ക്യാൻ അസ്യൂം ആസ് ബി ഈക്വൽ ടു 200 mm. ഇനി വലിയ ബീമുകൾ വരുന്ന സമയത്ത് അതുപോലെ സ്പാൻ കൂടുക അത് അല്ലെങ്കിൽ ലോഡ് കൂടുതലുള്ള സ്ഥലത്ത് ഓഫ് കോഴ്സ് 200 mm മതിയാവില്ല. 200 കൂടുതൽ 250 mm അല്ലെങ്കിൽ 300 mm, ഈവൻ അതിൽ കൂടുതൽ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, the overall depth capital D of the beam. As per clause 23.2.1 page 37, span to depth ratio for a simply supported beam is given as 20. അതിനേക്കാളും ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തമ്പ് റൂൾ എന്നുള്ള രീതിയിൽ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ 10 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ഇത് അസ്യൂം ചെയ്യുന്നത് ഡെപ്തിന് ഒരു ട്രയൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തമ്പ് റൂൾ സ്റ്റെപ്പാണ്. സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ 10 ആയിട്ട് എടുക്കാം സിംപ്ലി സപ്പോർട്ടഡ് ബീമുകൾക്ക്. കാന്റിലിവർ ബീമാണ് വരുന്നതെങ്കിൽ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ 5 ആയിട്ട് എടുക്കാവുന്നതാണ്. ഇത് പ്രകാരം 4200 mm സ്പാൻ ഡിവൈഡഡ് ബൈ ഡി ഈക്വൽ ടു 10. ദാറ്റ് മീൻസ് ഡിയുടെ വാല്യൂ വേണ്ടത് 420 mm ആണ്. 420നെ റൗണ്ട് ചെയ്ത് ടേക്ക് 450 എന്നാക്കി, 450 എന്നാക്കി. അപ്പൊ ഇനിയുള്ള ഫർദർ കാൽക്കുലേഷൻസിൽ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ 450 mm എടുത്തിട്ടാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഡി 450 ആണെങ്കിൽ ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഡി മൈനസ്
clear cover minus stirrup diameter minus main bar diameter divided by 2. That is equal to 404 millimeter. ഇവിടെ clear cover ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് we can assume it as 30 millimeter. Stirrup diameter, most of the cases 8 mm will be sufficient, so we will assume 8 mm. Main bar diameter 16 mm we will assume in most of the cases. ഈ വാല്യൂസ് എല്ലാം അസ്യൂം ചെയ്യുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഏതെങ്കിലും സ്റ്റെപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. അതർവൈസ് ഈ വാല്യൂസ് വെച്ച് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇഫക്റ്റീവ് സ്പാൻ ബീമിന്റെ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സ്പാൻ ക്ലിയർ സ്പാൻ ആണ്. ഇഫക്റ്റീവ് സ്പാനിന്റെ ഡെഫിനിഷൻ ക്ലോസ് 22.2 പേജ് 34 കൊടുത്തിട്ടുണ്ട്. ലീസ്റ്റ് ഓഫ് ദ ടു വാല്യൂസ്. ഫസ്റ്റ് വാല്യൂ is clear span plus effective depth, that is 4200 plus 404, which is equal to 4604 millimeter, and the second value is center to center distance between the supports എന്ന് പറഞ്ഞാൽ 4200 clear span plus ഒരു സൈഡിലുള്ള സപ്പോർട്ട് 300 mm അതിന്റെ പകുതി പ്ലസ് അടുത്ത സൈഡിലുള്ള സപ്പോർട്ടിന്റെ പകുതി 300/2, which is equal to 4500 millimeter. That means 4.5 meter. So ഇതിൽ രണ്ടിലും വെച്ചിട്ട് ലീസ്റ്റ് വാല്യൂ അതാണ് ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ലീസ്റ്റ് വാല്യൂ 4500 ആണ്. That is 4.5 meter. So L, the effective span is obtained as 4.5 meter. അടുത്ത സ്റ്റെപ്പിൽ ലോഡ് അതുപോലെ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് എന്നിവ കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് വൺ ലോഡ് ആക്ടിംഗ് ഓൺ ദിസ് ബീം. First of all we can write self weight of the beam. Self weight of the beam can be calculated as using a simple formula 25 BD. ഇതിൽ 25 എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC ആണ്. 25 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ യൂണിറ്റ് വെയിറ്റിനെ ബീമിന്റെ ക്രോസ് സെക്ഷണൽ സൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ബിയുടെയും ഡിയുടെയും വാല്യൂ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഹിയർ we have B equal to 0.3 meter and overall depth D equal to 450 mm, that is 0.45 meter. Multiply ചെയ്യുമ്പോൾ we get 3.375 kilonewton per meter. ഒരു മീറ്റർ ലെങ്ത് ഓഫ് ദ ബീമിൽ 3.375 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് സെൽഫ് വെയിറ്റ് ഓഫ് ദ ബീം ആയിട്ട്. തന്നിരിക്കുന്ന UDL, ഗിവൺ UDL, അത് നമുക്ക് ലൈവ് ലോഡായിട്ട് അസ്യൂം ചെയ്യാം. അതിന്റെ വാല്യൂ 30 kilonewton per meter ആണ്. അപ്പോൾ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക. We will get the total uniformly distributed load, which is equal to 33.375 kilonewton per meter. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം WL²/8 ആണ്. ഇവിടെ നമ്മൾ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫാക്ടർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് 1.5. ദാറ്റ് മീൻസ് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് MU, ഈ ഒരു MU എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. MU is equal to 1.5 times WL²/8. That means 1.5 into 33.375 into 4.5 square divided by 8. ഇവിടെ നമ്മൾ ടോട്ടൽ UDL ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് സ്പാൻ അതിന്റെ സ്ക്വയർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ 126.7 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഈ കിലോന്യൂട്ടൺ മീറ്ററിനെ മാറ്റിയിട്ട് ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ദാറ്റ് മീൻസ് 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി മാക്സിമം ഷിയർ ഫോഴ്സ് VU, ഇത് WL/2 ആണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് വരുന്നത്. കാന്റിലിവറിനാണെങ്കിൽ W/L ആണ് വരിക. കാന്റിലിവറിന് മാക്സിമം മൊമെന്റ് വരുമ്പോൾ WL²/2 ആണ്. അതെല്ലാം ഓർത്ത് വെക്കാം. ഷിയർ ഫോഴ്സ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കണ്ട. സോ വി ഗെറ്റ് 112.6 kilonewton എന്ന് പറഞ്ഞാൽ 112.6 into 10⁻³ ന്യൂട്ടൺ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് MU and VU, the factored values of bending moment and shear force, ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ബീമിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ MU ലിമിറ്റ് എന്ന് പറയുന്ന ചെക്കാണ് ചെയ്യേണ്ടത്. ചെക്ക് ഫോർ MU ലിമിറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബീം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് തന്നെ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനുള്ള സ്റ്റെപ്പാണ്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് മീൻസ് മെയിൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡഡ്
only on the tension phase. Doubly reinforced means main reinforcement provided for the beam both on the tension phase as well as on the compression phase. അപ്പോൾ നമ്മൾ സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീമാണ് ഇതിലെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെക്ക് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് maximum factored bending moment mu should be less than or equal to mu limit. mu ലിമിറ്റിന്റെ വാല്യൂ ഗ്രേഡ് ഓഫ് സ്റ്റീൽ അനുസരിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ടുള്ള ഇക്വേഷൻ അവൈലബിൾ ആണ്. പ്രീവിയസ് ക്ലാസ്സിലുള്ള ഇക്വേഷൻ നോക്കുക. ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് mu ലിമിറ്റ് ഫോർ ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ. ഇപ്പോൾ FE 500 ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിൽ 0.133 FCK BD². മറ്റ് ഗ്രേഡുകൾക്ക് കറസ്പോണ്ടിങ് ഇക്വേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. So in this problem mu limit is equal to 0.133 into 30 into ഇവിടെ ബിയുടെയും ഡിയുടെയും വാല്യൂസ് മില്ലിമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. FCK ന്യൂട്ടൺ പെർ mm² ആയതുകൊണ്ട് ബി 300 മില്ലിമീറ്ററും ഇവിടെ സ്മോൾ ഡി ആണ് യൂസ് ചെയ്യേണ്ടത്. ഓവറോൾ ഡെപ്ത് അല്ല, ഇഫക്റ്റീവ് ഡെപ്ത് ആണ് സ്മോൾ ഡി, അത് 404 മില്ലിമീറ്റർ ആണ്. സോ 195.4 into 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ 10⁶ എടുത്ത് മാറ്റുക. therefore 195.4. ഇത് mu ലിമിറ്റിന്റെ വാല്യൂ ആണ്. നമുക്ക് mu ആയിട്ട് ലോഡ് മൂലമുള്ള ഫാക്ടേർഡ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് mu അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ദ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് സിംഗിളി റീൻഫോഴ്സ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ mu ഷുഡ് ബി ലെസ് ദാൻ mu ലിമിറ്റ്. ഇവിടെ 126.7 195.4നേക്കാളും ചെറുതാണ്. സോ അവർ ബീം ഈസ് എ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ ഇങ്ങനെ വരുന്നില്ലെങ്കിൽ, ചെറിയ വാല്യൂ ആയിട്ട് വരുന്നില്ലെങ്കിൽ we can conclude as our beam is not a singly reinforced one. We have to design it as a doubly reinforced beam. അത് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ സിംഗിളി റീൻഫോഴ്സ്ഡ് തന്നെയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് തിരിച്ചു പോയി അവിടെ ബീമിന്റെ സൈസ് ട്രയൽ വാല്യൂസ് യൂസ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. സൈസ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ 450 mm ആണ് നമ്മളെടുത്ത് പ്രൊസീഡ് ചെയ്തത്, അത് ഒരു 500 mm ആക്കി പ്രൊസീഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 550 mm, ഒരു 100 mm കൂട്ടിയിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇനി വിഡ്ത്തും നിങ്ങൾക്ക് കൂട്ടി പ്രൊസീഡ് ചെയ്യാം. പക്ഷെ വിഡ്ത്തിനേക്കാളും ഇഫക്റ്റ് കൂടുതൽ ഡെപ്ത് കൂട്ടുമ്പോഴാണ്. കാരണം ആ ഇക്വേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, BD² ആണ് വരുന്നത്. സ്ക്വയർ വരുന്ന ടേം ഡെപ്തിനാണ്. സോ ഡെപ്ത് കൂട്ടുന്നതാണ് നല്ലത്. എനിവേ നമുക്ക് mu ലെസ് ദാൻ mu ലിമിറ്റ് എന്നുള്ള കണ്ടീഷൻ ആവുന്നത് വരെ ഡെപ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂട്ടേണ്ടി വരും. അടുത്ത സ്റ്റെപ്പിൽ mu ലെസ് ദാൻ mu ലിമിറ്റ് ആണെങ്കിൽ we can find the reinforcement, main tension reinforcement AST for the beam. AST calculation. For this we can use the equation given in the code. This is developed from basics. You can refer the previous classes. The equation to find the AST for a singly reinforced beam for the given for the bending moment mu is equal to 0.87 Fy AST d into 1 minus Fy AST divided by FCK BD. ഇതിൽ muന്റെ വാല്യൂ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മറ്റ് ടേമുകളുടെ യൂണിറ്റ് എല്ലാനും ന്യൂട്ടൺ ആൻഡ് മില്ലിമീറ്ററിലായിരിക്കണം ചെയ്യേണ്ടത്. സോ വേരിയസ് വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൽ AST എന്ന് പറയുന്ന ടേം AST ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ AST സ്ക്വയർ ആയിട്ടാണ് വരിക. ഇത് വാല്യൂസ് എല്ലാവരും കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് എഴുതിക്കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ x എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അൺനോൺ ആണ്. AST ആണ് നമുക്ക് ഇവിടെ അൺനോൺ. AST ആണ് കണ്ടുപിടിക്കേണ്ട വാല്യൂ, അതിനെയാണ് അൺനോൺ എന്ന് പറയുന്നത്. A, B, C എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളാണ്. അതെല്ലാം മറ്റ് വാല്യൂസ് എല്ലാം ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പൊ ഇത്തരം ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സിനെ
വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ എസ് ടിയുടെ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എ എസ് ടി ഈക്വൽ ടു ഞാനിത് സോൾവ് ചെയ്തിരിക്കുന്നതാണ് 6459 mm² ആൻഡ് 811 mm². ആക്ച്വലി രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ പ്ലസ് ഓർ മൈനസ്, ആദ്യം പ്ലസ് ഇട്ടിട്ട് ഒരു സൊല്യൂഷൻ വാല്യൂ കണ്ടുപിടിക്കാം, അതാണ് ആദ്യത്തെ ഈ വാല്യൂ. മൈനസ് ഇട്ടിട്ട് മൊത്തം ഇക്വേഷൻ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ 811. അപ്പോൾ ഇതിൽ രണ്ട് വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് റീഇൻഫോഴ്സ്മെന്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യാം. ഇവിടെ 811 ആണ് ലീസ്റ്റ്. ടേക്ക് ദ ലീസ്റ്റ്. അതിന് നമുക്ക് AST റിക്വയർഡ് ഫ്രം ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ ദ ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 811 mm² എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ആറാമത്തെ സ്റ്റെപ്പ്, ഒരു ലെങ്തി സ്റ്റെപ്പാണ്. വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാനിവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കണം. അതിനുശേഷം AST മിനിമം, ഏത് ബീമിലും മിനിമം റീഇൻഫോഴ്സ്മെന്റ് ടെൻഷൻ സൈഡിൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് IS കോഡിൽ റൂൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിമം സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. AST മിനിമം ഈസ് ഈക്വൽ ടു കോഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ 0.85 BD ഡിവൈഡ് ബൈ FI എന്നതാണ്. അപ്പോൾ ഇതിൽ മില്ലിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 206 mm² ആണ് മിനിമം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ ബെൻഡിങ് മൊമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 811 mm² ആണ്. സോ ഇതിൽ രണ്ടിലും വെച്ചിട്ട് ഹയർ വാല്യൂ ചൂസ് ചെയ്യാം. ഇവിടെ ഹയർ വാല്യൂ വന്നിരിക്കുന്നത് 811 mm² ആണ്. ഈ 811 mm² ആക്ച്വലി AST റിക്വയർഡ് വാല്യൂ ആണ്. ഇതിനെ നമുക്ക് ബാർ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡയമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്തിട്ടുണ്ട്. 16 mm മെയിൻ ബാർ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 16 mm 5 എണ്ണം പ്രൊവൈഡ് ചെയ്താലേ 811 mm² എങ്കിലും കിട്ടുകയുള്ളൂ. ഇത് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ബാർസ് n is equal to AST required by area of 1 bar. അതായത് 811 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 16 mm ബാർ. ഒരു 16 mm ബാറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5/4 into 16 സ്ക്വയർ, അതായത് 201 mm² ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അത്രയും നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഹയർ വാല്യൂ ആയ 5 നമ്പേഴ്സ് ഫൈനലൈസ് ചെയ്യാം. അതായത് 5 16ന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 811 കൂടുതൽ ഏരിയ കിട്ടും. ദാറ്റ് മീൻസ് AST പ്രൊവൈഡഡ്, ആക്ച്വലി ആ ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 5 16ന്റെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ 5 into 201. 201 is the area of 1 16 mm bar. That is equal to 1005 mm². ഇനി അടുത്തതായിട്ട് AST മാക്സ് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെക്ക് ഫോർ AST മാക്സ്. ഏത് ബീമിലും നമ്മൾ ഫൈനലി പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് കോഡ് പെർമിറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം വാല്യൂവിനേക്കാൾ കൂടുതൽ ആവാൻ പാടില്ല. കോഡ് പെർമിറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ AST മാക്സ് ഈക്വൽ ടു 4% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതായത് 0.04 into BD. ഇവിടെ ക്യാപിറ്റൽ D ആണ് യൂസ് ചെയ്യേണ്ടത്. മില്ലിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5400 mm² വരെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ബട്ട് ആക്ച്വലി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 1005 mm² ആണ്. ഹെൻസ് ദിസ് ചെക്ക് ഈസ് ഓക്കെ. അതായത് AST provided is less than AST max, hence okay. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല ഏതെങ്കിലും ബീമിൽ എങ്കിൽ നമുക്ക് ട്രയൽ സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് തിരിച്ചു പോയി ബീമിന്റെ സൈസ് കൂട്ടി വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റെപ്പ് നമ്പർ 6ലേക്ക് വന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വീണ്ടും സോൾവ് ചെയ്ത് പുതിയ AST റിക്വയർഡ് കണ്ടുപിടിച്ച് ഈ ചെക്കുകളെല്ലാം വീണ്ടും ചെയ്ത് നോക്കേണ്ടതാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ. Satisfy ആയി കഴിഞ്ഞാൽ we can write the conclusion for the main reinforcement in a small box as
provide 5 numbers of 16 mm diameter as main tension reinforcement. അതായത് നമുക്ക് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പ്രൊവൈഡ് ആയിട്ടുള്ള മെയിൻ ബാർസ്, മെയിൻ ടെൻഷൻ ലോഞ്ചിറ്റുഡൽ ബാർസ്, അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 numbers of 16 mm. ഇവിടെ അടിയിൽ 5 16ന്റെ റീൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കതൊരു ക്രോസ് സെക്ഷൻ വരച്ച് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്, ഇവിടെ 3 കാണിച്ചിട്ടുള്ളൂ. എനിവേ എഴുതുന്ന സമയത്ത് മെയിൻ ബാർസ് എന്നുള്ള സ്ഥലത്ത് 5 numbers of 16 mm ഡയമീറ്റർ ബാർസ് എന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റിറപ്പ്, അതിന്റെ കാൽക്കുലേഷൻ ആണ്. അത് ആക്ച്വലി അടുത്ത സ്റ്റെപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഷിയർ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിറപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും.